ഈ മഴ കനത്തതോടെ പലയിടത്തും വെള്ളക്കെട്ട് ഒരു പ്രശ്നമായിട്ടുണ്ട്. അത് ആദ്യത്തെ ദിവസം തന്നെ ഒരു മഴ പെയ്താൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ട്. നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തൊക്കെ കൊച്ചിയിലൊക്കെ അത് കൊച്ചിയിലത്. രൂക്ഷമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ മഴ കനത്തതോടെ ആലപ്പുഴ നഗരസഭയുടെ തീരമേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നഗരസഭാ പരിധിയിലെ കാഞ്ഞിരംചിറ, കനാൽ വാർഡുകളിൽപ്പെട്ട 100 വീടുകളിലാണ് വെള്ളം കയറിയത്. പ്രദേശത്തു കൂടിയുള്ള റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. 2 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം കയറുന്നതാണ് ആലപ്പുഴ നഗരസഭയിലെ കാഞ്ഞിരഞ്ചിറ, കനാൽ വാർഡുകളിലെ സ്ഥിതി. മഴ പെയ്തുണ്ടാകുന്ന വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്ക് കയറുകയാണ്. വീടിനകത്തേക്ക് കയറി തുടങ്ങിയിട്ടില്ലെങ്കിലും പരിസരം മുഴുവൻ വെള്ളക്കെട്ടാണ്. ഇത് നമ്മുടെ തോടുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ആഴം കുറഞ്ഞു പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. തോടുകളുടെ എല്ലാം ആഴം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ടിന് വലിയ പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഇത് കൂടാതെ നമ്മുടെ ഈ റോഡിന്റെ ഒരുപാട് ഹൈറ്റ് കൂടിപ്പോയി. ഈ റോഡിന്റെ ഹൈറ്റ് ഒരുപാട് കൂടിപ്പോയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിനടിയിൽ കൂടെ ഒരു പൈപ്പ് സ്ഥാപിക്കും, അങ്ങനെ എന്തെങ്കിലും സ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഈ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഏകദേശം 100 മേളുകൾ വീട് വെള്ളത്തിലാണ്. ആദ്യം നഗരസഭയുടെ പമ്പ് സെറ്റ് എത്തിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തി പമ്പിംഗ് നടത്തി. എന്നിട്ടും വീടുകളുടെ പരിസരത്തെ വെള്ളക്കെട്ടിന് കാര്യമായ അയവില്ല. ഈ റോഡ് ഇപ്പം നേരത്തെ കുറച്ച് താഴ്ന്നു കിടക്കുമായിരുന്നു. ഇപ്പൊ വന്നിട്ട് റോഡ് കുറച്ചുകൂടെ നല്ല ഹൈറ്റ് ആയപ്പോഴേക്കിനും ഇനി ഒന്നെങ്കിൽ ഇതിന്റെ അടിയിൽ കൂടെ ഒരു ഓവ് പോലെ ഇട്ട് കൊടുത്താലേ ആ വെള്ളം പോകുന്നതിന് ഒരു പരിഹാര മാർഗമാകത്തുള്ളൂ. വീടിനകത്ത് ഇതുവരെ കയറിയിട്ടില്ല. ഇനിയല്ലേ മഴ കിടക്കുന്നത്. ജൂൺ ജൂലൈയിലൊക്കെ മഴ പെയ്യുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. ഇപ്പൊ നമുക്ക് ഈ 3-4 ദിവസം പെയ്ത മഴയിലാണ് ഇത്രയും വെള്ളക്കെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കെട്ടിനിൽക്കുന്നതോടെ രോഗബാധ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. റിപ്പോർട്ടർ, ആലപ്പുഴ.